രാവിലെ ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യണത് പണിയാട്ടെ. ഞാൻ മുഖത്ത് നല്ലോണം വെള്ളമൊഴിച്ച് കഴുകൂട്ടെ. എനിക്ക് നല്ല ഉറക്കപ്പീച്ചുണ്ടാവും രാവിലെ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം മുഖത്ത് വെള്ളമൊഴിച്ച് കഴുകാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകിയതിന് ശേഷം നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് എന്തായെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു പൊന്തി പോകുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് അരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ കുക്കറിലാക്കിയിട്ട് വേവിക്കാം പോവാണ് കേട്ടോ. വെള്ളയപ്പം അതുപോലെ തന്നെ കടല ഒലത്തോനായിട്ട് ഇന്ന് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ കുക്കറിലോട്ട് അതൊക്കെ ആക്കിയതിന് ശേഷം വേഗം അത് വേവിക്കാണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ ചായയും കൂടി കാച്ചാൻ നോക്കുന്നുണ്ട്. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പാൽ മാത്രം എടുത്ത് കാച്ചുന്നുള്ളൂ കേട്ടോ. നമ്മുടെ അതിനൂസ് ഈയിടായിട്ട് പാൽ ചായ കുടിക്കുന്നില്ല. അങ്ങനെ അവൾക്കുള്ളതും അല്ല എനിക്കുള്ളതും ഷിനിക്കാക്കുള്ള പാൽ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വെള്ളയപ്പം വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പുതിയ വെള്ളയപ്പം ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടിയിലും കാര്യത്തിലൊക്കെയാണ് വെച്ചേക്കുന്നത്. കാരണം പെട്ടെന്ന് ചീത്തായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു വെള്ളയപ്പം ചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചട്ടി വന്നതിന് ശേഷം ഞാൻ നല്ലോണം സൂക്ഷിച്ചിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ നമ്മുടെ അയിനൂസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അയിനൂസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപ്പോ അല്ലെങ്കിൽ നമ്മുടെ കലക്കി ചുട്ടപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കുക്കറിൽ നിന്ന് ഇങ്ങനെ എയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ മുഖത്തോട്ട് തന്നെ ഡയറക്റ്റ് അടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കടല വേവുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ഉമ്മർത്ത വാതിലും നമ്മുടെ സോഫ സെറ്റിയുടെ വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. നമ്മുടെ അയിനൂസ് ഇതാ ക്യാമറ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവളെ മുഖത്ത് കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ തുടച്ച് കളയാണ് ആൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ തട്ടിക്കൊടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അയിനൂസ് ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സോഫ സെറ്റിൻ്റെ മേളിലാട്ടോ ആദ്യം ചെന്നിരിക്കുന്നത്. എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അയിനൂസ് ഇവിടെ സോഫ സെറ്റി ഒരു വിധമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ തട്ടിക്കൊടഞ്ഞ് വിരിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം തട്ടിക്കൊടഞ്ഞ് വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ നമ്മുടെ വെള്ളയപ്പ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളയപ്പ ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ എന്താ വേഗം തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ മാവാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം നല്ലോണം കറക്കി എടുക്കുന്നുണ്ട്. ഈ ചട്ടി പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വലിയ വെള്ളയപ്പം കിട്ടും കേട്ടോ. ഇവിടെ അയിനൂസിനാണെങ്കിലും ഉക്കാക്കാണെങ്കിലും എനിക്കാണെങ്കിലും വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂടോടെ നമ്മുടെ വെള്ളയപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കടല റോസ്റ്റ് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഷിനിക്കാക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിനിക്കാക്കുള്ള ഫുഡ് ഇതാ എടുത്ത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.